Hi friends, എല്ലാവർക്കും നിഷാസ് പവർഫുൾ കിച്ചൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഇന്ന് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു കേക്ക് സിമ്പിളായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓവണും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് ഒരു കേക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരക്കപ്പ് പാല് തിളപ്പിച്ച് ആറാനായിട്ട് വെച്ചു. ഇപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് സുറുക്ക വിനാഗിരി ഒഴിച്ച് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി 2 കോഴിമുട്ട എടുത്ത് നമ്മൾ നന്നായിട്ട്, നമുക്ക് ബീറ്ററൊന്നുമില്ല, അപ്പോൾ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് അത് കോഴിമുട്ട നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർത്തു. വാനില എസൻസ് ചേർക്കുന്ന ആ മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാനാണ് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ തൈരൊക്കെ കറഞ്ഞെടുക്കുന്നത് പോലെ നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചൊന്ന് കറക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക്, ഇപ്പോൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ഹാൻഡ് വിസ്ക് ഒന്നും ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ രീതിയിൽ ഓവണൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്, സിമ്പിളായിട്ട്. ഇനി 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിരുന്നു. അത് അല്പമായിട്ട് ഇതിലേക്ക് നമ്മുടെ കോഴിമുട്ട മിക്സ് ചെയ്യുന്നതിലേക്ക്, ആ ഒരു മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് കട്ടയില്ലാണ്ട് ചേർത്തെടുക്കുക. അപ്പോൾ ആ സമയം നമുക്ക് നമ്മളുടെ കേക്ക് മോൾഡ് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന്, സൺഫ്ലവർ ഓയിൽ തന്നെ ഞാനിവിടെ ഉപയോഗിച്ചുള്ളത്, ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതായത് പാല് പിരിയാൻ വേണ്ടിയിട്ടാണ് അതിൽ വിനെഗർ ഒഴിക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ ഒരു പിങ്ക് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പ് പിങ്ക് കളറ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കേക്ക് എന്ന് പറയാം, ബീറ്ററും ഓവണൊന്നും ഇല്ലാത്തവർക്കും കേക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ ഈ ബട്ടർ മിൽക്കും കളറും ചേർത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ നോക്കാം. 1 കപ്പ് ഇതേ മെഷർമെൻറ്റ് കപ്പും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പായാലും മതി. അതൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് കൊക്കോ പൗഡർ, പിന്നെ 1 നുള്ള് ഉപ്പ്. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തുള്ളത് പൊടികൾ കേട്ടോ. അതൊരു 2-3 തവണ നമ്മൾ അരിച്ചെടുക്കുക. അത് ഈ മിക്സിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമ്മൾ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചുകൊണ്ട്, കുറച്ചുകൂടെ വലിയ ഹാൻഡ് വിസ്ക് ആണെങ്കിൽ വളരെ നല്ലത്, അപ്പോൾ അത് ഉപയോഗിച്ച് ചേർത്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നമ്മൾ തൈര് കടയുന്ന പോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ കേക്ക് ടിൻ ഉണ്ടല്ലോ, ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ. ഒന്നുകൂടെ വേണമെങ്കിൽ ഓയിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഫുൾ ഫ്ലെയിമിൽ നമ്മൾ കുക്കർ ഒരു തട്ട് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പർ മുറിച്ചപ്പോഴേ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടുകൾ നമുക്ക് കേക്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അടിയിൽ പരന്ന് എക്സ്ട്രാ വരുന്ന ബട്ടർ പേപ്പറൊക്കെ മുറിച്ച് കളയുക കേട്ടോ, അത് നമുക്ക് പണി തരും. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തു. അപ്പോൾ ഉള്ള അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തൈര് കടയുന്നത് പോലെ ചെയ്തോളൂ. അങ്ങനെ സ്പീഡിൽ ചെയ്യുന്തോറും നമുക്ക് കണ്ടറിയാം. നല്ല രസമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് എനിക്ക് കേക്കിൽ ഏറ്റവും ഇഷ്ടമായത്. കാരണം ഞാൻ ബീറ്ററൊന്നും ഇല്ലാതെ എങ്ങനെ ശരിയാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ നന്നായിട്ട് വന്നു. ഇനി നമ്മളതിങ്ങനെ എടുക്കുമ്പോൾ ഒരു സ്പൂണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ താഴെ വീഴാത്ത രീതിയിൽ അത്രയും സ്റ്റിക്കായിട്ട് നിൽക്കും, അത്ര ഇങ്ങനെ കട്ടയിൽ നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇപ്പോൾ ഇത് വേറിട്ട് വരില്ല. ആദ്യം നമ്മൾ എടുക്കുന്ന സമയം ഓയിൽ പോലെ ഇങ്ങനെ വളരെ ലിക്വിഡ് പോലെ ആയിരുന്നു. ഇപ്പോൾ അത് നല്ല സോളിഡായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോഴേക്കും നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഡീമോൾഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ മാറ്റാം. ബട്ടർ പേപ്പർ വെച്ച് ശരിയായില്ല കേട്ടോ, അതിൻ്റെ ഫോൾട്ട് ഇവിടെ കാണാനുണ്ട്. എയർ ബബിൾസൊക്കെ വന്നു. കാരണം
നമ്മളുടെ ആ ബട്ടർ പേപ്പർ കറക്റ്റിന് മുറിച്ചെടുക്കണമായിരുന്നു. അത് ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. ഇനി നമുക്കിതിനെ വളരെ ചെറിയൊരു കേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 ലെയറാക്കിയിട്ട് മാറ്റാം. കണ്ടില്ലേ, എയർ ബബിൾസ് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു, പക്ഷേ എന്തോ എയർ ബബിൾസ് വന്നു. അത് ആ ബട്ടർ പേപ്പർ വെച്ച് ഒട്ടും ശരിയായി ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് അതിലേക്ക് സെൻറ്ററിലൊന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ലെയർ വയ്ക്കുക. നമ്മളുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി മേലെ നമ്മളൊരു ഐസിങ് നൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കത്തിയോ എടുത്ത് നമ്മളുടെ വിപ്പിംഗ് ക്രീം അല്ലേ, വിപ്പിംഗ് ക്രീം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയുള്ളതാണ് കേട്ടോ ഈ ഒരു കേക്ക്. അല്ലാതെ നമ്മൾക്കിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക. നമുക്ക് എന്തായാലും നല്ല രീതിയിലൊക്കെ ചെയ്യണം കിച്ചണിൽ. ഇനി അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആദ്യം ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അടുത്ത ലെയറും വയ്ക്കുക. ഇനി ഇവിടെയുള്ള ഈ ഫോൾട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അടുത്ത ലെയർ വെച്ചു, നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തു. ഇനി വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യാം. ഇനി ഒരു നൈഫോ എന്തെങ്കിലും വയ്ക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ലെവൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലയെന്ന് കരുതിയിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ കഴിക്കാനൊക്കെ അത്യാവശ്യത്തിന് പെട്ടെന്ന് ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം. ഇനി മിക്സിയിൽ അടിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഒരിക്കൽ ഒന്ന് ചെയ്ത് നോക്കണം. അത് സക്സസ് ആവുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണാം കേട്ടോ. അത് നോക്കുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ പറ്റുമെന്നുള്ളതൊന്ന് നോക്കണം. എന്തായാലും ബീറ്ററില്ലാതെ ഹാൻഡ് വിസ്ക്. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.